ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അബിയെ ഓഫീസിലോട്ട് വിളിച്ചു വരുത്തി ആദർശ് നായനെ ഒന്ന് പേടിപ്പിച്ചു വിടുകയാണ്. നവ്യ നിന്റെ സപ്പോർട്ടോട് കൂടിയാണ് പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. നമ്മുടെ ശത്രുപക്ഷത്തുള്ള ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് അവൾ അഭിനയിക്കാൻ പോയേക്കുന്നത്. അതുകൊണ്ട് നീ ചെന്ന് അവളോട് പറഞ്ഞേക്കണം ഇനി അങ്ങനെയുള്ള പരസ്യങ്ങളൊന്നും അഭിനയിക്കാൻ പോകാൻ പാടില്ല എന്ന്. അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ അത് എന്തുമാത്രം നാണക്കേട് നമുക്ക് ഉണ്ടാക്കി നിൽക്കുള്ളത് നിനക്കറിയാമല്ലോ. നീയും അപ്പച്ചിയും കൂടെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് മുത്തശ്ശിയും എത്രത്തോളം വേദനിപ്പിക്കുന്നൊക്കെ ഉള്ളത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. അല്ല, നിന്റെ മനസ്സിലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും. പിന്നെ നിനക്ക് നവ്യയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പറയേണ്ടി വരും. ചന്തുമോളുടെ അച്ഛൻ നീയാണെന്നുള്ള സത്യം നവ്യ അറിഞ്ഞാൽ പിന്നെ നിനക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവില്ല. ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും നീ, അത് നിനക്കറിയാമല്ലോ. പിന്നെ നവ്യയുടെ സ്വഭാവം ആയതുകൊണ്ട് തന്നെ അവൾ നിന്നെ ജീവനോടെ വെച്ചേക്കുമെന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. അവളെ നീ ചതിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞാൽ അവൾ നിന്നെ കൊല്ലാനും മടിക്കില്ല എന്ന് തന്നെ പറയുക അബി. അപ്പോൾ അബി ഉടനെ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ അറിവോട് കൂടിയല്ല സംഭവിച്ചത്. ഞാൻ അവളോട് പറഞ്ഞതാ ഇങ്ങനെ അഭിനയിക്കാനൊന്നും പോകണ്ടെന്ന്. അപ്പോൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിനൊരു തീരുമാനം എടുത്ത് പോയതാ. എത്ര പറഞ്ഞിട്ടും അവൾ അതിന് പിന്മാറാനും തയ്യാറല്ല എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് അബിയോട്, എന്താടാ അവിടെ പോയിട്ട് എന്താ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് ഇവിടെ മൊത്തത്തിലൊരു നാണക്കേടായല്ലോ. ഇനി നിന്നെ പരസ്യത്തിൽ അഭിനയിക്കാൻ വിടരുതെന്ന് പറയാനായിട്ട് അവരെന്നെ വിളിച്ചെന്ന് പറയുക. ഇത് കേൾക്കുന്ന നവ്യയ്ക്ക് ആകെ അങ്ങ് കലിയിളകുവാണ്. നവ്യ പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കണോ വേണ്ടേ നിൽക്കുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് കേട്ടൊന്നും അടങ്ങിയിരിക്കാൻ എന്നെ കിട്ടുകയില്ല. അതിന് നീ അവരോട് നല്ല മറുപടി പറഞ്ഞില്ലേ അബി? അവർ പറയുന്നൊക്കെ കേട്ടോണ്ട് മിണ്ടാതെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിനക്ക് അവിടെ പ്രതികരിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അല്ല നവ്യെ, എന്നെ ജയിലിൽ കയറ്റിയതിനൊക്കെ ഇപ്പം നീ നല്ലൊരു തിരിച്ചടി അവർക്ക് കൊടുത്തല്ലോ. ഇനിയിപ്പം പതിയെ മുന്നോട്ട് പോയാൽ പോരെന്നൊക്കെ ചോദിക്കാം. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മുന്നോട്ട് വെച്ച കാല് പുറകോട്ടെടുക്കാൻ തയ്യാറല്ല. എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഇനിയും അവസരങ്ങൾ വന്നാൽ ഇനിയും ഞാൻ അഭിനയിക്കാൻ പോകും. മോഡലിങ്ങിൽ ഞാൻ ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ തറവാട്ടിൽ പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അബി. നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആരെയും ഓച്ചാനിച്ച് നിൽക്കാതെ നമുക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കത്തില്ല എന്ന് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്. അബി പറയുന്നുണ്ട്, അപ്പം അവർ പറയുന്നത് അങ്ങനെയല്ല, ഞാനാണ് നിന്നെ ഇതൊക്കെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നാണ് അവർ പറയുന്നതെന്ന് പറയുക. അബിയുടെ ഈ സംസാരവും പെരുമാറ്റമൊക്കെ കാണുമ്പോഴേക്കും നവ്യക്ക് സംശയമാവുകയാണ്. നവ്യ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ലല്ലോ നീ ഇവിടുന്ന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നീ നിന്റെ തീരുമാനം മാറ്റിയോ? അങ്ങോട്ട് വിളിച്ച് അവരൊന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴേക്കും നിന്റെ ധൈര്യം മുഴുവൻ പോയെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെയല്ല നവ്യേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്നെ ഉന്തിത്തള്ളി വിടുന്ന ഞാനാണ് ഇപ്പോൾ പൊതുവെ ഒരു വർത്താനം. അല്ലെങ്കിൽ തന്നെ ഞാനാണല്ലോ ഇവിടുത്തെ അസുരസന്തതി. മറ്റു രണ്ട് കൊച്ചുമക്കളും മിടുക്കരാണെന്നാണല്ലോ ഇവിടുത്തെ അനന്തമൂർത്തി ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിന്നെ എന്നെ തെറ്റിക്കാനായിട്ട് അവർ പുതിയ ഓരോ കഥകൾ കൊണ്ടുവരുമെന്ന എൻ്റെ പേടി. ചന്തുമോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷമാണല്ലോ ആദർശിൻ്റെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവുന്നത്. ആ തെറ്റിനെ ഒന്നും കണ്ടില്ലെന്ന് വെച്ചിട്ടാണല്ലോ നിന്റെ അനിയത്തി അയാളുടെ ഒപ്പം ഇപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം അയാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നോട് നടക്കുന്നതും. പണ്ട് മുതലേ ഈ വീട്ടിൽ എന്ത് നടന്നാലും അതെല്ലാം എൻ്റെ തലയിലായിരുന്നു. ഇതും കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാനാണ് അവർ കിടന്ന് പരിശ്രമിക്കുന്നതെന്ന് പറയുകയാണ്. ഇനിയിപ്പം അതും പറഞ്ഞ് എന്നെ നിന്നെയും തമ്മിൽ അകറ്റാൻ ഇവർ നോക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നീ ഓർത്ത് പേടിക്കേണ്ട അബി. ആര് വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അബി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്നേരം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ ഇപ്പോൾ ആ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ടേക്ക് ഓരോന്ന് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ അവർ മാത്രം എടുത്തു കാണിക്കാൻ നോക്കണ്ട. നമുക്കും കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടെന്നുള്ളത് അവരും മനസ്സിലാക്കട്ടെ. എൻ്റെ അനിയത്തി നയനയ്ക്ക് നല്ല ഡിസൈനർ ആകാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല മോഡലും ആകാം. ഇനിയിപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ നമ്മൾ തന്നെ ഉണ്ടാക്കണം അബി. ആരുടെയും തണലിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മുടെ കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം. നമ്മൾ സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ നോക്കണം. ആരുടെയും ഔദാര്യത്തിൽ ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നീയും എത്രയും പെട്ടെന്ന് വേറൊരു ജോലി കണ്ടുപിടിക്കണം. ഇനി ഇവരുടെ ഔദാര്യത്തിൽ നമ്മൾ ജീവിക്കാന്നുള്ള പേരും കൂടെ നമുക്ക് വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. അനന്തപുരിയിൽ ഒരു പൊട്ടിത്തെറി എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകും. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ജയിൽ പുള്ളി ആക്കി ആരെയും തന്നെ ഞാൻ വെറുതെ വിടില്ല. എല്ലാവർക്കിട്ടും ഞാൻ നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കും. ഇനി അങ്ങോട്ടേക്ക് എൻ്റെ കഴിവുകളൊക്കെ ഇവർ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തന്നെ അഹങ്കാരത്തോടെ പറയുകയാണ് നവ്യ. എന്നാലും നവ്യയുടെ ഈ പോക്ക് കണ്ടിട്ട് അബിക്ക് പേടിയാകുന്നുണ്ട്. നവ്യ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ അബിക്ക്. എന്നാൽ അബിയുടെ ഈ പതർച്ചയും വെപ്രാളമൊക്കെ കാണുമ്പോഴേക്കും നവ്യയ്ക്കും നല്ല സംശയമൊക്കെ ആവുന്നുണ്ട്. പോരാത്തതിന് ഏത് സമയവും ആദർശിൻ്റെ നയനയുടെയും കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അവർ വിളിക്കുമ്പോഴേക്കും അവരുടെ വെളിപ്പുറത്ത് പോയി നിൽക്കുകയും അവരെ കണ്ടിട്ട് വരുമ്പോഴേക്കും പേടിച്ച് പറച്ചൊക്കെയാണല്ലോ വരുന്നത്. അതൊക്കെ കണ്ടിട്ടാണ് നവ്യയ്ക്ക് സംശയമാവുന്നത്. അങ്ങനെ അബി വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ആദർശിനോട് പറയുന്നുണ്ട്. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ ഇതിന് പിന്മാറാൻ തയ്യാറില്ല. അവൾ അവളുടെ പ്രൊഫഷനിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ. അന്നേരം നയനെ അത് പറയുന്നുണ്ട്, ചേച്ചി എത്ര പറഞ്ഞാലും കേൾക്കില്ല. ചേച്ചി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് ചേച്ചിയെ പിന്തിരിപ്പിക്കാനാവില്ല. ചേച്ചിയുടെ പണ്ട് മുതലേ ഉള്ള സ്വഭാവം അങ്ങനെ തന്നെയാണ്. പോരാത്തതിന് ഇപ്പം ചേച്ചിക്ക് നമ്മളോടൊക്കെ നല്ല ദേഷ്യമുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ദേഷ്യം ആദർശനോടും എന്നോടും നന്ദുവിനോടും ഒക്കെ തന്നെയാണ്. ആ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശൻ ചോദിക്കുന്നുണ്ട്, ആ വാശി കൊണ്ട് ആരാ നയനെ ജയിക്കുന്നത്?
നവി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ട് അവനും അവൻ്റെ അമ്മയ്ക്ക് വലിയ നേട്ടമുള്ളൂ. അവൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അവൻ എത്ര വലിയ തെറ്റാ ചെയ്തേക്കുന്നുള്ള കാര്യം. നയന പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ആദർശേട്ടാ, നവ്യ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും വലിയൊരു ത്യാഗം സഹിക്കുന്നത്. അത് കണ്ടിട്ടെങ്കിലും നവ്യച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തിരുത്താനുള്ള ബാധ്യത അബിക്കുണ്ട്. അബി എന്നാൽ അവിടെ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, നവ്യ ഇപ്പം പരസ്യത്തിൽ അഭിനയിക്കാൻ പോയേക്കുന്ന കമ്പനിക്കാരെ അവരത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ജ്വല്ലർക്കാർ തന്നെയാണ്. അവരൊക്കെ ഇവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ട ചുറ്റുപാടുകളും കാര്യങ്ങളും എല്ലാം അവർ ഓക്കെ ആക്കിയിരിക്കും. അവർക്ക് നല്ലൊരു ബിസിനസ് ഇവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് നവ്യനെ തന്നെ അവർ ആയുധമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ആദർശേട്ടാ. അല്ലാതെ ഈ സത്യം ഇനിയും അധികം നാൾ മൂടി മറച്ചു വെക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അബിയുടെയും അബിയുടെ അമ്മയുടെയും പോക്ക് ഈ രീതിക്കാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നവ്യേച്ചിയുടെ സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരും. നവ്യേച്ചിനെ മുൻനിർത്തിക്കൊണ്ടാ അവർ ഈ കളികളൊക്കെ കളിക്കുന്നെന്നുള്ളത് എനിക്കറിയാം. എന്നാൽ നവ്യേച്ചി അവിടെ ചീറ്റ് ചെയ്യപ്പെടുകയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിയുടെ ഭാവിയല്ലേ ഇല്ലാതാവുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ത്യാഗവും സഹിക്കുന്നത്. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇപ്പോൾ ഒരുപാട് വിഷമമായിട്ടുണ്ട്. നവ്യേച്ചിയുടെ സ്വഭാവം വീണ്ടും പഴയതുപോലെ തന്നെയായി. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അബിയുടെ അമ്മയൊക്കെ. അതും വെച്ചിട്ടാണ് നവ്യേച്ചിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ വിഷം കുത്തി വെക്കുന്നത്. ആ ദേഷ്യമൊക്കെയാണ് നവ്യേച്ചി എല്ലാവരോടുമായിട്ട് തീർക്കുന്നതെന്ന് തന്നെ പറയാം കേട്ടോ നയന. അപ്പോഴും ആദർശം പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇതിങ്ങനെ വിട്ടുവയ്ക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്വഭാവം ശരിയല്ലാത്തവരെ വീട്ടിൽ തുടരാൻ അനുഭവിക്കുന്നതിന് വലിയൊരു തലവേദനയാണ് നയനെ. അതുണ്ടാക്കുന്ന സമാധാനക്കേട് എത്രത്തോളം ആണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നവ്യയുടെ ഈ പ്രവൃത്തിയിൽ ഒരുപാട് വിഷമമായിട്ടുണ്ട്. നമ്മുടെ എതിരാളികൾക്ക് വേണ്ടിയിട്ട് നവ്യ ഇങ്ങനെ ഒരു പരസ്യം ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് അത് വീട്ടിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ. അങ്ങനെ പോലും ഒന്ന് ഡിസ്കസ് ചെയ്യാതെയാണ് അവൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്കൊരു കാര്യം ഉറപ്പാ, അബിയുടെ അമ്മയ്ക്കൊക്കെ ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു. അവരത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നവ്യയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ പുതിയൊരു ജ്വല്ലറി വരുന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ബിസിനസ്സിൽ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ തന്നെ ആദർശ് നയനോട് പറയുന്നുണ്ട്. പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഒരുപാട് കണ്ടുപിടിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് തന്നെ പറയുക. അപ്പം നയനും പറയുന്നുണ്ട്, അതെന്തോ ആയാലും കുഴപ്പമില്ല ആദർശേട്ടാ, ഞാൻ എപ്പോഴും ആദർശേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എത്ര ഡിസൈൻസ് വേണമെങ്കിലും ഞാൻ വരച്ചോളാം. നമ്മുടെ കമ്പനിക്ക് എന്നും അതുകൊണ്ട് നേട്ടമേ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ കമ്പനിക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ നയന. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ജലജയും അതുപോലെ തന്നെ നവ്യയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നവ്യയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ അടിമുടി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആരോടും ഒരു ബഹുമാനവും ഇല്ലാതെയാണ് നവ്യ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന സമയം ഒന്നും പാഴാക്കാതെ തന്നെ ജലജയുടെ പണി നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നവ്യയുടെ മനസ്സിലോട്ട് വിഷം കുത്തി വെക്കുകയാണ്. അങ്ങനെ നവ്യയോട് ജലജ പറയുന്നുണ്ട്, നവ്യെ, നിനക്ക് മാത്രമേ ഇപ്പം ഈ വീട്ടിൽ ബോൾഡായിട്ട് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ഞാൻ അബിയെ എടുത്താൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താ. അതുകൊണ്ട് പിന്നീന്ന് എന്ത് സഹായം വേണമെങ്കിലും മോൾക്കുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ടാകും. മോൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. മുന്നിലോട് വന്ന് മോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മോളെ. നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കണം എന്നൊക്കെ തന്നെ ജലജ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, അമ്മ അബിയും ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ലൈനിൽ കറക്റ്റായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അബിയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി വിട്ടേക്കോ അവൻ്റെ ഏട്ടനും ഏട്ടത്തെയും കൂടെ. അതൊന്നും എൻ്റെ അടുത്ത് വില പോവില്ല. എന്തൊക്കെ പറഞ്ഞ് അബിയ അവരെ മിരട്ടാൻ നോക്കിയാലുവേ അതിനൊക്കെ തക്കതായ തിരിച്ചടി ഞാൻ തന്നെ അവർക്ക് കൊടുത്തിരിക്കുമെന്ന് നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ നായനെയും കൂടെ എത്തുകയാണ് കേട്ടോ. അവരിങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ അവർ കേൾക്കാനായിട്ട് നവ്യ ഉറക്കെ പറയുന്നുണ്ട്, ഇവിടെ ചിലരുടെ വിചാരവേ അബിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ഏതാണ്ട് അങ്ങ് കേൾക്കുമെന്നാ. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അതൊന്നും കേട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുമൊന്നുമില്ല ഞാൻ. വീട്ടിനകത്ത് ചിലർക്ക് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാം, അവർക്ക് എന്തും ചെയ്യാം. പക്ഷേ മറ്റുള്ളവർക്ക് മാത്രം അതൊന്നും പാടില്ല. അത് എവിടുത്തെ നിയമമാണെന്നൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ നവ്യ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ പഴയ സ്വഭാവത്തിലോട്ട് തന്നെ പോവുകയല്ലേ. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പഴയ സ്വഭാവം തന്നെയായിരുന്നു ഇഷ്ടം. പഴയതിൻ്റെ സ്വഭാവത്തിലോട്ട് ഞാൻ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരിടയ്ക്ക് ഞാൻ മാറിയായിരുന്നു. അനാമ ഈ വീട്ടിൽ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവക്കെതിരെ നിന്നായിരുന്നു. അതിന് രക്ഷപ്പെടാൻ എന്നൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം എനിക്കെന്താ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അബി ജയിലിൽ കിടന്നില്ലേ, അവൻ ചെയ്ത ശിക്ഷന് കോടതി അവന് ശിക്ഷ കൊടുക്കുകയും ചെയ്തു. അത് പോരാഞ്ഞിട്ട് വീട്ടിലുള്ളവരും കൂടെ അവനെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതും ഇവിടുത്തെ ഇളയ സന്തതിയായ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ഈ സംസാരമൊക്കെ കേട്ടോണ്ട് അബിമോളിൽ നിന്ന് താഴോട്ടിറങ്ങി വരികയാണ് കേട്ടോ. നവ്യെ, മതി നിർത്ത്, ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഉടനെ തന്നെ നവ്യക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ, ഞാൻ ഇവരോടല്ലേ സംസാരിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ഇവരുടെയൊക്കെ മുമ്പിൽ താഴുന്നത്? ദേ, നിന്നെക്കാൾ ഒരുപാട് മെച്ചമാണോ അയാൾ? അല്ലല്ലോ. മാന്യത ഉള്ളവരുടെ മുമ്പിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലാത്തവരുടെ മുമ്പിൽ ഇപ്പം എന്തായാലും തലതാഴ്ച നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തന്നെ പറയുക. അപ്പം നയനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ ആർക്കാ ചേച്ചി മാന്യത ഉള്ളേന്ന്? ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, ഇല്ലെങ്കിൽ ആർക്കും ഇല്ല എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുക. അപ്പോൾ ആദർശം പറയുന്നുണ്ട്,
രണ്ടും കൽപ്പിച്ച് നടക്കുന്നവരോട് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നയനെന്ന് പറയാം. അപ്പോൾ അവിടെയും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഇയാളോട് എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല. ഞാൻ നിന്നോടായിട്ടൊരു കാര്യം പറയുവാ നയനെ. അഭി ജയിലിൽ കിടന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിലെ ബന്ധുക്കളും നമ്മുടെ വീട്ടിലെ ബന്ധുക്കളും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറമുള്ള നാണക്കേടൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എനിക്കറിയാവുന്നൊരു പണിയാണ് ചെയ്തത്. നീ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതം അങ്ങ് ഡിസൈൻ ചെയ്യും. എൻ്റെ ഭർത്താവിന് ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഞങ്ങളുടെ കാര്യങ്ങളും കൂടെ നോക്കേണ്ടേ എന്നിങ്ങനെ ചോദിക്കാട്ടോ നവ്യ. നവ്യയുടെ ഈ സംസാരമൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് അബിയും ജലജയൊക്കെ കൂടിയിട്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് വരുന്നത്. ഈ സംസാരം ഇതുവരെ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശൻ വരുന്നത്. ഇനി ആരെയും ഇവിടെ നിയന്ത്രിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതിന് കാരണം മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള തെറ്റിദ്ധാരണകളാണ്. ഈ വീട്ടിലും അങ്ങനെയുള്ള തെറ്റിദ്ധാരണ പലരുടെയും മനസ്സിൽ. ഈ കുടുംബത്തിനകത്തും അത്തരം തെറ്റിദ്ധാരണകൾ പരത്താനും ആൾക്കാരെ തമ്മിൽ തല്ലിക്കാനും കഴിവുള്ളവർ ഇവിടെ ജനിച്ചിട്ടുമുണ്ടല്ലോ. അവനെ ജനിപ്പിച്ചവളും അങ്ങനെ തന്നെയാ. അങ്ങനെയുള്ളവർ ഏത് കുടുംബത്തിലുണ്ടെങ്കിലും ആ വീട്ടിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നീ പറയുന്നുണ്ടല്ലോ നാഴേക്ക് 40 വട്ടം ഇവനെ ജയിലിൽ കയറ്റി ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുന്നൊക്കെ. ആദർശിനെ മനിയം പോലെ ഇവനും അങ്ങ് ഉയരാമായിരുന്നു. ഞങ്ങൾ എടുത്തു വളർത്തിയ ഒരുത്തിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഇവനെ പലതിൽ നിന്നും അകറ്റി നിർത്തിയത്. അത് ഇവന്റെ സ്വഭാവം കൊണ്ട് തന്നെയാ. മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുന്ന ഒരാളും ജീവിതത്തിൽ രക്ഷപ്പെടില്ല. വീട്ടിനകത്തുള്ളവരെ, കുടുംബാംഗങ്ങളെ പരസ്പരം സ്നേഹിക്കാനാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്, അല്ലാതെ അവരെ തമ്മിൽ തല്ലിപ്പിക്കാനല്ല എന്ന് തന്നെ പറയുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഭാഗ്യവും ദൈവാനുഗ്രഹമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് തന്നെ പറയുക മുത്തശ്ശൻ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഭയങ്കര പുച്ഛഭാവത്തോടെ തന്നെയാണ് കേട്ടോ നമ്മുടെ നവി ഇരിക്കുന്നത്. അല്ലാതെ ആരാണോ തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഏത് സമയത്തും ഇരട്ട് മാത്രമായിരിക്കും എന്ന് തന്നെ പറയുക കേട്ടോ മുത്തശ്ശൻ. അവരെന്നും പരാതിയും പറഞ്ഞ് കണ്ണീരൊഴുക്കി നടക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, മുത്തശ്ശൻ ഒരുപാട് തവണ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയാണെന്ന് ഇവിടെ എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് പറയുക. ഇവളും നീയും നന്നാകാൻ പോകുന്നില്ല. ഇവർക്ക് വേണ്ടിയിട്ട് നീയും തുനിഞ്ഞിറങ്ങിയ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഇരുട്ടായിരിക്കും നിന്റെ ഫലം എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അപ്പോഴേക്കും നവ്യ പൊട്ടിത്തെറിച്ചോണ്ട് തന്നെ എഴുന്നേറ്റ് പറയുക, ആയിക്കോട്ടെ ഇപ്പൊ തന്നെ ഇരുട്ടല്ലേ. എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയല്ലേ. അതിൽ പരം ഇനി എന്ത് ഇരുട്ടാ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് തന്നെ ചോദിക്കുക നവ്യ. എനിക്കിനി കൂടുതലൊന്നും ആരോടും പറയാനില്ല. ഇപ്പം മുത്തശ്ശിയുടെ കൊച്ചുമോൻ, അതായത് മൂർത്തി ജ്വല്ലറിയുടെ MD ആയ ആളും എൻ്റെ അനിയത്തിയും കൂടെ ചേർന്നിട്ട് ഇവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ പരസ്യത്തിൽ അഭിനയിക്കാൻ വിടരുതെന്ന് പറഞ്ഞു. അതിനി ആര് പറഞ്ഞാലും ശരി, ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ ചെയ്യും. ഞാൻ ഇനി അവിടെ അഭിനയിക്കാൻ പോകും. എനിക്ക് മുമ്പിൽ ഇനിയും അവസരങ്ങൾ വന്നാൽ ഞാൻ അവിടെ അഭിനയിക്കാൻ പോവുക തന്നെ ചെയ്യും. എന്നെ ആർക്കും ഇവിടെ തളച്ചിടാനൊന്നും കഴിയില്ല. ഞാൻ ആരുടെ അടിമയായിട്ട് ഇവിടെ ജീവിക്കത്തുമില്ല എന്ന് തന്നെ പറയാട്ടോ നവ്യ. കുറേ നാളായിട്ട് ഞാനിത് കേട്ടോണ്ടിരിക്കുന്നതാ. അബിയോട് മാത്രം നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര ഒരു അവഗണന? അബി എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? അബി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കളക്ക് എത്രയോ വലിയ തെറ്റാണ് നിങ്ങളുടെ കൊച്ചുമോൻ ചെയ്തിട്ടുള്ളത്. ആ തെറ്റിനെ ആരും വിമർശിക്കാത്ത എന്താ? ആ തെറ്റിനെ എല്ലാവരും ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ വീട്ടിൽ അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ ഔദാര്യത്തിൽ ഇവിടെ കടിച്ചു മുങ്ങി നിൽക്കണമെന്നൊന്നും എനിക്കൊരാഗ്രഹമില്ല. അതുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തേടി പോയത്. നയനക്ക് നിങ്ങളുടെ ജ്വല്ലറിയിൽ നല്ലൊരു ഡിസൈനറായിട്ട് ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മോഡലിംഗ് ആണ്. അതുകൊണ്ട് മോഡലിങ്ങിൽ അവസരം വന്നപ്പോൾ ഞാനത് ചെയ്തു. ഇനിയും എനിക്ക് മുമ്പിൽ അവസരങ്ങൾ വന്നാൽ ഞാൻ അതിൽ ചെയ്യുക തന്നെ ചെയ്യും. അതിലെനിക്ക് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ആരുടെ ഔദാര്യത്തിൽ ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഇത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും അപമാനിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും ഇതെല്ലാം സഹിച്ച് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന് തീർത്ത് പറയുക കേട്ടോ നവ്യ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് അടങ്ങ്. ചേച്ചി ആരോടെ ഈ സംസാരിക്കുന്നത് എന്നുള്ളത് ഓർമ്മ വേണം. ചേച്ചിയുടെ സംസാരം ഒരുപാട് അതിര് കിടക്കുന്നുണ്ട്. ഇനി നീ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ അടക്കി നിർത്തിക്കോ എന്ന് ഇങ്ങനെ പറയാം കേട്ടോ അബിയോട് ആദർശ. അപ്പോഴേക്കും നവ്യ ആദർശനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടല്ലല്ലോ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഞാൻ ചോദിക്കുന്നതേ ഇവിടുത്തെ കാരണവരായ മുത്തശ്ശനോടാണ്. മുത്തശ്ശിയാ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ടത്. ഇവനെ ഇത്രമാത്രം ഈ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ ഇവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറ നിങ്ങൾ ആദ്യം. എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത് തന്നെ പറയുക. അപ്പോൾ ആദർശനും ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ആദർശം പറയുന്നുണ്ട്, നവ്യേ നീ നിർത്തിക്കോ. ഇനിയും നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, അബി നീ എന്നിട്ട് ഭാര്യയും കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. അല്ലെങ്കിലേ ഇവളുടെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന തന്നെ പറയുക. അപ്പോഴേക്കും നവ്യ കലിതുള്ളി പറയുന്നുണ്ട്, ആഹാ എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തല്ലി നോക്ക്. അന്നേരം അറിയും നിങ്ങൾ വിവരം. നിങ്ങളുടെ കൊച്ചുമോൻ അനാമിക തല്ലിയിട്ട് ജയിലിൽ പോയി കിടന്ന ഓർമ്മയുണ്ടല്ലോ. അതുപോലെ എന്നെ തല്ലിയാ നിങ്ങളെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളെ ഞാൻ ഇതിൽ അഴി എണ്ണിക്കുമെന്ന് തന്നെ പറയുക കേട്ടോ നവ്യ. നവ്യയുടെ ഈ സംസാരം കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ജലജ അഭിയും പറയുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ആദർശം നയനി നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്യുന്നവരാ. അവരോട് നീ ഇങ്ങനൊന്നും സംസാരിക്കല്ലേ മോളെ എന്നൊക്കെ തന്നെ പറയുക. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ഇവരെ എനിക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്?
എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ജയിൽ പുള്ളി ആക്കിയതും പോരാ, എൻ്റെ ജീവിതം തന്നെ ഇപ്പോൾ ഇരുട്ടിലാക്കിയേക്കോ ഇവർ. അതാണ് ഇവർ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം. മതി മുത്തശ്ശി, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഇഷ്ടത്തിനൊത്ത് ഞാനിവിടെ ജീവിക്കും. എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട. ഈ വീടിനകത്തെ ചിട്ടകളൊക്കെ പാലിച്ച് ഇവിടെ ഒരു അടിമയെപ്പോലെ ജീവിക്കാനൊന്നും എന്നെ ഇനി കിട്ടത്തില്ല. ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് എന്നെയും അബിയൊക്കെ നിങ്ങൾ ഓരോ നിമിഷം തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും ഈ ഒരു അവഗണന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനത്തിലൊക്കെ മാറ്റം വരുത്തിയത്. ഇനി എന്തായാലും അങ്ങനെ തന്നെ. ഞാൻ മോഡലിങ്ങിൽ പോകുന്നതുകൊണ്ട് ഈ വീട്ടിൽ ആർക്കെങ്കിലും നാണക്കേട് ഉണ്ടാകുവാണെങ്കിലേ ഉണ്ടായിക്കോട്ടെ, എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. കാരണം ഇനി എനിക്ക് അങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനൊരു ജയിൽ പുള്ളിയാന്ന് പറയുന്നതിലും വലിയ നാണക്കേടൊന്നുമല്ലല്ലോ എന്തായാലും ഇത്. അതുകൊണ്ട് എന്നോട് ഇനി ആരും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും വരണ്ട. അതുപോലെ ഈ കാര്യം പറഞ്ഞ് അവയെ കൂടുതൽ പ്രഷർ ചെയ്യാനും പോകേണ്ട ആവശ്യമില്ലാന്ന് തന്നെ പറയുക. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ ഇനി ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ഇവൾക്കേ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അബിയും അപ്പച്ചും കൂടെ ഇവളെ മൊത്തത്തിൽ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇനിയും ഇവക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ പറയുക. അപ്പോഴേക്കും നയനയും പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, നവ്യേച്ചി ഇങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നവ്യേച്ചി എല്ലാ സത്യങ്ങളും അറിയണം. അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നവ്യേച്ചി അറിയേണ്ട സമയമായി. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ നിരന്തരം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അബി പേടിച്ചിട്ട് പറയുന്നുണ്ട്, നവ്യ നീ ഒന്ന് അടങ്ങ്, നീ ഒന്ന് മിണ്ടാതിരിക്കുക, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം, നീ ഇപ്പൊ ഒന്ന് അടങ്ങെന്നൊക്കെ പറയുക. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഇല്ല അബി, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ഇവര് കുറെ നാളായിട്ട് പറയുന്നുണ്ടല്ലോ എന്തോ മൂടി മറച്ച് വെച്ചിരിക്കുക, എന്തോ ത്യാഗം ചെയ്യാന്നൊക്കെ. അവരെന്ത് ത്യാഗം ചെയ്തെന്നുള്ളത് അവർ പറയട്ടെ. ഇനിയും ഇതൊക്കെ കേട്ട് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അവരുടെ മനസ്സിൽ എന്തെങ്കിലും സത്യങ്ങൾ അവർ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ഇന്ന് തുറന്നു പറയട്ടെ. എല്ലാം ഇന്നുകൊണ്ട് തന്നെ അവസാനിക്കട്ടെ. അങ്ങനെ എൻ്റെ ജീവിതം ഇല്ലാതായി പോകുന്ന എന്ത് സത്യമാവും അവരുടെ മനസ്സിലുള്ളതെന്നുള്ളത് എനിക്ക് അറിയണമല്ലോ. അതുകൊണ്ട് അവരെന്തായാലും പറയട്ടെ. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവർ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. വേണമെങ്കിൽ ചന്തുമോള് നിന്റെ കുഞ്ഞാന്ന് വേണമെങ്കിൽ അവരിപ്പോൾ പറയുമായിരിക്കും. അത് കേട്ട് വിശ്വസിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാം കറങ്ങി തിരിഞ്ഞ് നിന്റെ തലയിൽ തന്നെയാണല്ലോ അവർ കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ശക്തമായ തെളിവും കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ നവ്യ പറയുക. അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട്, എങ്കിൽ നീ വിശ്വസിക്കേ, നിന്റെ ഭർത്താവ് തന്നെയാ നിന്നെ ചതിച്ചത്. ചന്തുമോളുടെ അച്ഛൻ അബി തന്നെയാ. ഇത്രയും അഹങ്കാരത്തോടു കൂടി നീ സംസാരിക്കുന്നില്ലേ? നീ സ്വന്തമായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്നല്ലേ പറയുന്നത്? എന്നാ ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇന്ന് ഇറങ്ങിക്കോണം നിന്റെ ഭർത്താവ് ഈ വീട്ടിൽ നിന്ന്. ഇനി നിന്റെ ഭർത്താവിന് ഈ വീട്ടിൽ സ്ഥാനമില്ല. അതുപോലെ നീ മനസ്സിലാക്കിക്കോ നവ്യേ, ചന്തുമോൾ അബിയുടെ കുഞ്ഞാണ്, അബിയുടെ ചോരയിൽ പിറന്ന കുഞ്ഞ്. അനഘയെ ചതിച്ചതും അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനും നിന്റെ ഭർത്താവായ അബിയാണ്. അതെല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ലാതെ നിന്റെ ഭർത്താവിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. അതിനു വേണ്ട എല്ലാ തെളിവുകളും ഉണ്ട്. ആദർശിന്റെ മേലിൽ ഈ കുറ്റമൊക്കെ ചുമത്തി അവൻ രക്ഷപ്പെടാൻ നോക്കിയായിരുന്നു. ആ സമയത്ത് നയനമോളാണ് DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. DNA ടെസ്റ്റിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിനക്ക് അതൊക്കെ എടുത്ത് നോക്കാം. എന്നിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലേ നിന്റെ ഭർത്താവിനെ കൂട്ടി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. അവൻ അത്ര നല്ലവനൊന്നും അല്ല. അവന്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് വല്ല പൊട്ടക്കിണറ്റിലും ചാടി ചാകുന്നത് തന്നെയാ. അത്രയ്ക്ക് ദുഷ്ടത്തരവാ അവന്റെ മനസ്സില്. അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിന്നെയോ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല. അനഘയെ കൊല്ലാൻ നോക്കിയതും ഇവൻ തന്നെയാ. ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടിയാ നീ ഇത്രയും നാൾ ജീവിച്ചത് നീ ഓർക്കണം. ഈ സത്യങ്ങളൊക്കെ നീ അറിഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നീ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഈ സത്യം നിന്നെ അറിയിക്കാതിരുന്നത്. അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട്, ചന്തുമോളെ സ്വന്തം കുഞ്ഞായിട്ട് നയനമോളും ആദർശം ഏറ്റെടുത്ത് വളർത്തിയില്ലേ? അപ്പൊ പോലും ഇവൻ അടങ്ങി ഒതുങ്ങി നിന്റെ കൂടെ ഇനിയുള്ള കാലം ജീവിച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ തന്നെ അങ്ങ് പോവുമായിരുന്നു. ഈ സത്യം ആരോടും ഞങ്ങൾ പറയില്ലായിരുന്നു. നീ നല്ല രീതിക്ക് ജീവിക്കണം എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചത്. അല്ലെങ്കിൽ ഇവനെ പോലൊരു വൃത്തികെട്ടവനെ ഈ വീട്ടിൽ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? അവനും അവന്റെ അമ്മയും കൂടിയിട്ടല്ലേ നിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിവ് കയറ്റി വിടുന്നത്. ശരിക്കും പറഞ്ഞ അബിയാണ് ഇതിലെ പ്രതിയെന്ന് ജലജയ്ക്ക് പോലും അറിയില്ല. സ്വന്തം കൊച്ചുമോളാണ് ചന്തുമോളെന്ന് പോലും അറിയാതെയാ ആ കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നവ്യ എന്നിങ്ങനെ ചോദിക്കാം മുത്തശ്ശൻ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം അബിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങളൊക്കെ വീണ്ടും മാന്യന്മാരാകാനാ നോക്കുന്നതല്ലേ? എന്തായാലും ഞാൻ ഇത് വിശ്വസിക്കില്ല. അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ തീർത്ത് പറയാ നവ്യ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, നവ്യെ, ഞങ്ങൾക്കറിയാം നീ ഇങ്ങനെ പറയുള്ളൂ എന്ന്. നിന്റെ ഭർത്താവിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുള്ളത് തന്നെയാണ് നീ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല സത്യം. നിന്റെ ഭർത്താവ് തന്നെ ഇതിനെല്ലാം കാരണക്കാരൻ. അവൻ ഒറ്റത്തിന് അനുകടിയ അവസ്ഥയ്ക്ക് കാരണം. ഈ കുടുംബത്തിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും പിന്നിൽ അവൻ തന്നെയാ. ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാ അവൻ പിന്നെയും അനാമികയുമായിട്ട് ഒത്തുകളിച്ചത്. എന്നിട്ട് മുത്തശ്ശിയെ വരെ കോടതിയിൽ കയറ്റി അപമാനിച്ചത്. ഇത്രയൊക്കെ അപമാനങ്ങൾ ഈ കുടുംബത്തിന് ചെയ്യുന്ന ഒരുത്തിനെ ഇനിയും ഈ കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന് ഞാൻ പറയില്ല അച്ഛാ. ഇവനെ ഈ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ പുറത്താക്കണമെന്നൊക്കെ തന്നെ പറയുക. അപ്പൊ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ നവ്യ. നവ്യക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അന്നേരം നവ്യയുടെ അടുത്തോട്ട് നയന വന്നിട്ട് പറയുന്നുണ്ട്, അതേ ചേച്ചി, ഈ പറയുന്നതൊക്കെ സത്യമാണ്. അനഘയെ ചതിച്ചതും അനഘയെ കൊല്ലാൻ നോക്കിയതും എല്ലാം അബി തന്നെയാണ്. ചന്തുമോളുടെ അച്ഛൻ അബിയാണ്.
ദാ ഇതാണ് ആ DNA ടെസ്റ്റ്. ചന്തുമോളുടെയും ആദർശേട്ടന്റെയും അബിയുടെയും കൂടെ മുടിനാരെടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നല്ല വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബിയാണ് കുഞ്ഞിന്റെ അച്ഛനെന്നുള്ള കാര്യം. അതുപോലെ ഈ സത്യം അന്ന് മുത്തച്ഛനോട് വിളിച്ചു പറയാനാണ് അനഘ ശ്രമിച്ചത്. അങ്ങനെ ആ പേര് വെളിപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അനഘ ഇവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അതെന്നിട്ട് ആദർശേട്ടന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് മാനിനെ പോലെ ചമഞ്ഞ് നടക്കുകയായിരുന്നു ഇയാള്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ചേച്ചി എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമെന്നായി പറയുന്നത്? ഏത് നിമിഷവും ഇതുപോലൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് ആപത്താണ്. ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഓർക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പേടിയാണ് തോന്നുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എങ്കിലും അത്ര നാളെങ്കിലും ചേച്ചി സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് പറയാതിരുന്നത്. എന്നാൽ ചേച്ചിയുടെ പല പ്രവൃത്തികളും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ദേഷ്യം വരികയാണ്. കാരണം ഇവനും ഇവൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും നവി അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, നവിയെ, നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ പുറത്താക്കില്ല. നിനക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ നിന്റെ ഭർത്താവ്, അവനെ ഈ വീട്ടിൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അന്നേ ഒരു തീരുമാനം എടുത്തിരുന്നതാ. നീ ഈ സത്യങ്ങൾ അറിയുമ്പോഴേക്കും അവനെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും എന്നുള്ളത്. ഇതുപോലുള്ള വിഷജന്തുക്കളെയൊന്നും ഇനി എൻ്റെ വീട് തുടരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നിനക്കും നിന്റെ കുഞ്ഞിനും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ ആരും അതിനൊന്നും പറയില്ല. എന്നാൽ അവൻ്റെ കൂടി ഈ കുടുംബത്തിനെതിരെ ചെളിവാരി എറിയാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതിനെതിരെ ഞാൻ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും എന്നൊക്കെ തന്നെ മുത്തശ്ശനും പറയുകയാണ്. അങ്ങനെ അവസാനം അബിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതെല്ലാം നമ്മുടെ നവ്യ അറിയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അബിയുടെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഞാൻ ഈ കേട്ടതൊക്കെ? ഇവർ പറയുന്നതൊക്കെ സത്യമാണോ? ഇതിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി അങ്ങ് പതറി നിൽക്കുകയാണ് കേട്ടോ. അത് പിന്നെ നവ്യ, ഇവർ വെറുതെ പറയുന്നതാണ്. നിനക്കറിയാമല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞതല്ലേ. അവസാനം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിലാവും. അന്നേരം നീ എൻ്റെ കൂടെ നിൽക്കിയൊക്കെയല്ലേ നീ പറഞ്ഞെന്നൊക്കെ തന്നെ ചോദിക്കാം. അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി നീയായിരുന്നു ഇവിടെ ഫ്രോഡ് എന്നുള്ള കാര്യം. നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ചതിക്കുകയായിരുന്നു അല്ലേ. ഇത്രയും നാളും നീ പറയുന്നതൊക്കെ കേട്ട് നീയാണ് നല്ലതെന്ന് ഓർത്ത് ഞാൻ വിശ്വസിച്ച് നിൻ്റെ കൂടെ ജീവിച്ചില്ലേ. അതിനെനിക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് നീ തന്നതിപ്പം. എന്തായാലും നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടുവൊന്നുമില്ലടാ. നിന്നെ ഞാൻ കോടതി കയറ്റും. എന്നെയും അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയും ചതിച്ചതിന് നിന്നെ ഞാൻ നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനൊരു ജയിൽ പുള്ളിയാന്നുള്ള പേര് എന്തായാലും എൻ്റെ കുഞ്ഞിന് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നീ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുന്ന തന്നെയാണ് ഞങ്ങൾക്ക് നല്ലത്. എൻ്റെ കുഞ്ഞെങ്കിലും നിന്നെ കണ്ട് പഠിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് നിന്നെ ഞാൻ ജയിലിനകത്ത് ആക്കുമെന്ന് തന്നെ പറയുക. അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നന്ദുവിനെ വിളിച്ച് വരുത്തുന്നൊക്കെയുണ്ട്. അനഘടി ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരനായ അബിയെ ജയിലിലിട്ട് പൂട്ടണമെന്ന് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നവ്യ. അങ്ങനെ അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ നവ്യ ആകെ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചിരുന്ന് കരയുകയാണ്. നവ്യനെ ആശ്വസിപ്പിച്ച് നയനയും ദേവയാനും ജാനകിയും ഒക്കെ കൂടിയിട്ട് സംസാരിക്കുന്നുമുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ